ഒറ്റപ്പാലം കൃഷിഭവന്റെ നേതൃത്വത്തിൽ കൃഷി ചെയ്ത ചെണ്ടുമല്ലി പൂക്കളുടെ വിളവെടുപ്പ് നടന്നു. ഓണത്തിന് പൂക്കളമിടാനുള്ള ചെണ്ടുമല്ലി പൂക്കളുടെ വിളവെടുപ്പ് നടത്തി. ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സൺ ജാനകി ദേവി ഉദ്ഘാടനം നിർവഹിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ കെ രാജേഷ്, കൗൺസിലർ സുരേഷ്, കൃഷി അസിസ്റ്റന്റ് സുരേഷ്, ഗിരീഷ് ഐക്യത്തിൽ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. ഒറ്റപ്പാലം കൃഷിഭവന്റെ നേതൃത്വത്തിൽ 50 സെന്റ് സ്ഥലത്ത് കൃഷി ചെയ്ത ചെണ്ടുമല്ലി പൂക്കളാണ് വിളവെടുത്തത്. വാർഡ് കൗൺസിലർ ശ്രീ സുരേഷും അവരുടെ കൂട്ടുകാരും ഫാമിലി കൂടി ചേർന്നുകൊണ്ട് ഒറ്റപ്പാലം നഗരസഭയിൽ 32-ാം വാർഡിൽ 50 സെന്റ് സ്ഥലത്ത് ചെണ്ടുമല്ലി പൂക്കൾ കൃഷി ചെയ്തിരിക്കുകയാണ്. ചെണ്ടുമല്ലി മാത്രമല്ല, വാടാമല്ലിയുണ്ട്, അതിൻ്റെ കൂടെ പച്ചക്കറി കൃഷി ചെയ്തിരിക്കുകയാണ്. നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ കൺസെപ്റ്റാണ് നമുക്ക് വേണ്ടത് നാം ഉൽപ്പാദിപ്പിക്കുക. എന്തായാലും ഓണത്തോടനുബന്ധിച്ച് നമുക്ക് വേണ്ട പൂക്കൾ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതിന് വേണ്ടി കർഷകർക്ക് മോഡലായിട്ട് കൗൺസിലർ തന്നെ മുന്നോട്ട് വന്നിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു പ്രവർത്തനത്തിന് വളരെയധികം സ്വാഗതം ചെയ്യുന്നു. ഇത് ഇനി നാളെ ഈ അടുത്ത വർഷത്തേക്ക് നമ്മൾ ഓരോരുത്തരും ഏറ്റെടുക്കേണ്ടതാണ്. നമ്മുടെ കർഷകർക്ക് കൃഷി ചെയ്യുന്ന വരമ്പത്ത് കൂടി ചെണ്ടുമല്ലി കൃഷി ചെയ്താൽ അത് കൃഷിക്ക് കൂടി ഗുണമാണ്. അപ്പോൾ അതെല്ലാം കൃഷിഭവൻ മുഖാന്തരം ചെയ്യുന്നുണ്ടെങ്കിലും മറ്റുള്ളവർക്കൊരു മാതൃകയായി ചെയ്തിട്ടുള്ള കൗൺസിലറുടെ ഈ ഒരു പ്രവർത്തനത്തിന് ഒറ്റപ്പാലം നഗരസഭയിലെ 32-ാം വാർഡിൽ കണ്ണിയമ്പുറം പനമണ്ണ റോഡിൽ ഐക്യത്തിൽ ഗിരീഷിന്റെ ഉടമസ്ഥതയിലുള്ള 50 സെന്റ് സ്ഥലത്താണ് ചെണ്ടുമല്ലി കൃഷി ചെയ്തിരിക്കുന്നത്. ആഫ്രിക്കൻ മാരിഗോൾഡ് ഇനത്തിൽപ്പെടുന്ന ഹൈബ്രിഡ് അശോക ചെണ്ടുമല്ലി തൈകളാണ് കൃഷി ചെയ്തിരിക്കുന്നത്. 3-ാം വാർഡ് കൗൺസിലർ ഓണത്തിന് പൂക്കളം ഒരുക്കുന്നതിന് വേണ്ടി പൂക്കൃഷി അതിൻ്റെ വിളവെടുപ്പ് ഇന്ന് നടക്കുകയാണ്. യഥാർത്ഥത്തിൽ കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും നമ്മുടെ മലയാളികൾ ഓണം ആഘോഷിക്കാൻ അവിടെ നിന്നാണ് പൂക്കളത്തിനാവശ്യമായിട്ടുള്ള പൂക്കൾ വരുന്നത്. ചെണ്ടുമല്ലി ഉൾപ്പെടെയുള്ള വാടാമല്ലി ഉൾപ്പെടെയുള്ള പൂക്കൾ നമുക്ക് വളർത്തിയുണ്ടാക്കാൻ വേണ്ടി കഴിയും എന്ന് ഇപ്പോൾ തെളിയിച്ചിരിക്കുകയാണ്. എന്തായാലും ഈ പ്രവർത്തനത്തിന് എല്ലാവിധ ആശംസകളും. കൃഷിഭവന്റെ പഴയന്നൂർ അഗ്രോ സർവീസ് സെന്ററിൽ നിന്നുമാണ് ഒറ്റപ്പാലം കൃഷിഭവന്റെ നേതൃത്വത്തിൽ 8000 ചെണ്ടുമല്ലി തൈകളാണ് കൃഷിക്കായി എത്തിച്ചത്. ഒരു തൈക്ക് 5 രൂപ 50 പൈസ നിരക്കിലാണ് വാങ്ങിയത്. വാർഡ് കൗൺസിലർ സുരേഷിന്റെയും ഐക്യത്തിൽ ഗിരീഷിന്റെയും നേതൃത്വത്തിലാണ് ചെണ്ടുമല്ലി കൃഷി ചെയ്തിരിക്കുന്നത്. തോടനുബന്ധിച്ച് നമുക്ക് പുറത്തുനിന്ന് വരുന്ന പൂവിനേക്കാൾ നല്ലത് നമ്മുടെ നാട്ടിലെ പൂവെന്നുള്ള ഉദ്ദേശത്തിൽ 2-3 വർഷമായി ഇതിനെപ്പറ്റി ഇങ്ങനെ ചർച്ച നടക്കല്ല. ഇതിനെ പറ്റിയിട്ട് നമ്മുടെ നാട്ടിൽ തന്നെ നടത്താൻ നോക്കിയിട്ട് 2-3 കൊല്ലം മുമ്പ് ഞാൻ ഈ കുടുംബശ്രീക്കാരോട് പറഞ്ഞു, നമുക്കൊരു പണി 120 റുപ്യ ഓരോ അംഗങ്ങൾ തന്നിട്ട് അങ്ങനെ തുടങ്ങാം എന്ന് പറഞ്ഞു. കുറച്ചാളുകളൊക്കെ അനുകൂല ഇതുണ്ടായി. പിന്നെ കൂടുതൽ ആളുകൾക്കും അത് ഉൾക്കൊള്ളാൻ കഴിയില്ല. അപ്പോൾ പിന്നെ അത് വേണ്ട വെച്ചു. കഴിഞ്ഞ കൊല്ലം ഞാൻ എൻ്റെ പറമ്പിൽ തന്നെ വൃത്തിയാക്കി നോക്കി, അത് വല്ലാണ്ട് കാട് പിടിച്ചു പോയി. അപ്പോൾ ഇക്കുറി വീണ്ടും ഞാൻ എൻ്റെ പാടത്ത് വൃത്തിയാക്കിയതാണ്. അവിടെ ഒരു ചെറിയ സാങ്കേതിക തടസ്സം വന്നു, അങ്ങനെ ഒഴിവായി. അപ്പോഴാണ് അനിയൻ പറഞ്ഞത് നമ്മുടെ പറമ്പിൽ ആണ് ചെയ്യാറ്. അങ്ങനെ അനിയൻ്റെ പറമ്പിലാണ് ഇത് കിട്ടിയത്. തൈ നട്ട് 60 ദിവസത്തിനകം പൂക്കൾ വിളവെടുപ്പിന് പാകമായി. ഇതിനിടയിൽ പച്ചക്കറി കൃഷിയും ചെയ്തിട്ടുണ്ട്. വിളവെടുപ്പിന് ശേഷം കച്ചവടക്കാർക്കോ അല്ലെങ്കിൽ ആവശ്യക്കാർ വരുന്നതനുസരിച്ച് പൂക്കൾ വിൽപ്പന നടത്തും.